നമസ്കാരം. അപ്പോൾ നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നുള്ള ഓപ്പറേഷൻസ് ആണ്. എന്തിൻ്റെ? ഫ്രാക്ഷൻസിൻ്റെ. ഇപ്പോൾ ഫ്രാക്ഷൻസിനെ എങ്ങനെ കൂട്ടാം, കുറയ്ക്കാം, ഗുണിക്കാം, ഹരിക്കാം. നമ്മൾ നമ്പേഴ്സിൽ ആദ്യത്തെ മോഡ്യൂളിൽ എങ്ങനെ നമ്പറുകളെ തമ്മിൽ കൂട്ടാം, കുറയ്ക്കാം, ഗുണിക്കാം, ഹരിക്കാം, അത് നെഗറ്റീവ് നമ്പർ വന്നാലും പോസിറ്റീവ് നമ്പർ വന്നാലും ഏത് സൈൻ ആയിട്ടുള്ള നമ്പർ വന്നാലും ഇതൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ബോഡ്മാസ് റൂളിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എങ്ങനെ ഒരുപാട് ഇതേപോലെയുള്ള ഓപ്പറേഷൻസ് ഒരേ എക്സ്പ്രഷനിൽ വന്നാൽ അതിനെയൊക്കെ കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി അതേ കാര്യം നമ്മൾ ഫ്രാക്ഷൻസിൽ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിൽ സംശയമുണ്ട്, നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇതിൻ്റെ ഈ ചൂഷണം ഇനി ഒരിക്കലും നിങ്ങളെ അലട്ടൂല. കാരണം നമ്മളതെല്ലാം വളരെ തറവായിട്ട് പഠിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ എല്ലാം ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഡിസ്ക്ലൈമർ തരാം. നിങ്ങൾ ആദ്യമേ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരിക നേരത്ത് ഇപ്പോൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു ലോജിക്കലി ചിന്തിക്കണം, അതായത് ഒരു കോമൺ സെൻസ് ചിന്തിക്കുക. അത് കഴിഞ്ഞ് കാരണവന്മാർ പറയുന്ന വഴിയിലൂടെ ചിന്തിക്കുക. ആ വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ കോമൺ സെൻസ് വെച്ച് നമുക്ക് തുടങ്ങാം. എന്താണ് ഞാൻ 1/2 1/2 എന്ന് എഴുതിയാൽ അതിൻ്റെ ഉത്തരം 1/2 + 1/2? തീർച്ചയായും ലോജിക്. പകുതിയോട് പകുതി കൂട്ടി, അപ്പോൾ എനിക്കൊരു കഷ്ണം മൊത്തം കിട്ടി. പകുതി കേക്കിനോട് വേറൊരു പകുതി കേക്ക് ഞാൻ കൂട്ടി, അപ്പോൾ എനിക്ക് കിട്ടിയത് ആ കേക്കിൻ്റെ മൊത്തം ഭാഗവും കിട്ടിയതിന് തുല്യമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം 1/2 + 1/2 = 1. തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പറയാം? 1/2 + 1/4 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇട്ടാലോ? തീർച്ചയായും. അരയോടൊരു കാൽഭാഗം കൂട്ടുക, 1/2 കിലോ മത്തങ്ങയുടെ കൂടെ 1/4 കിലോ മത്തങ്ങയും കൂടെ ചേർത്താൽ എനിക്ക് കിട്ടുന്നത് 3/4 കിലോ മത്തങ്ങയാണ്. 3/4 കിലോ മത്തങ്ങയുടെയും പൈസ ഞാൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇത് ഞാൻ വരയ്ക്കാൻ നേരത്തെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു 1/2 കിലോ മത്തങ്ങ, പിന്നെ ഒരു 1/4 കിലോ മത്തങ്ങ, 4/1 ഭാഗം മത്തങ്ങ, രണ്ടും കൂടെ ചേർത്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? രണ്ടും കൂടെ ചേർത്തപ്പോൾ എനിക്ക് 4/3 ഭാഗം മത്തങ്ങ, അതായത് 3/4 കിലോ മത്തങ്ങ കിട്ടി. സംഗതി മനസ്സിലായി? ഓക്കെ, ഇതിപ്പോൾ ഇതൊക്കെ കോമൺ സെൻസ് ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളുടെ കോമൺ സെൻസ് വർക്കാവുമെന്ന് നോക്കട്ടെ. 1/8 + 2/8. തീർച്ചയായും കോമൺ സെൻസ് വർക്കാവാത്തതായിട്ട് ഒന്നുമില്ല. മനസ്സിലാക്കിയേ? 1/8 + 2/8 എന്ന് പറയുമ്പോൾ 8ആയിട്ട് മുറിച്ചതിൽ ഒരു കഷ്ണം ഞാൻ എടുത്തു, 8ആയിട്ട് മുറിച്ചതിൽ 2 കഷ്ണം എടുത്തു. ഞാനൊരു കേക്ക് 8ആയിട്ട് മുറിച്ചേക്കുക, അതിൽ ഒരു കഷ്ണം നിങ്ങൾക്ക് തന്നു. പിന്നെ വേറൊരു കേക്ക് 8ആയിട്ട്, ഇതേ കേക്ക് തന്നെ 8ആയിട്ട് മുറിച്ചേക്കുക, അതിൽ 2 കഷ്ണം തന്നു. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം എത്ര കിട്ടി? 8ആയിട്ട് മുറിച്ച കേക്കായിരുന്നെങ്കിൽ അതിൻ്റെ 3 കഷ്ണവും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാന്നേ, എളുപ്പം പറയാന്നേ, എന്താ പ്രശ്നം? 8ആയിട്ട് മുറിച്ചതിൽ ഒരു കഷ്ണം നിങ്ങൾക്ക് തന്നു, 8ആയിട്ട് മുറിച്ചതിൽ 2 കഷ്ണം നിങ്ങൾക്ക് തന്നു. അപ്പോൾ നിങ്ങൾക്ക് പറയാം എനിക്ക് 8ആയിട്ട് മുറിച്ച കേക്കിൻ്റെ 3 കഷ്ണം കിട്ടിയിരിക്കുന്നു. തീർച്ചയായും അത്രയുള്ള കാര്യം. സിമ്പിൾ ലോജിക്. 3, 8ആയിട്ട് മുറിച്ചതിൽ 3. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്, ഞാൻ 8ആയിട്ട് 2 മുറിച്ച കാരണമാണ് നിങ്ങൾക്ക് പറയാൻ പറ്റിയത് 8ആയിട്ട് മുറിച്ചതിൽ 2 തമ്മിൽ കൂട്ടി നിങ്ങൾ പറഞ്ഞു ഇത്രയും കഷ്ണമാണ്. പക്ഷേ ഞാനിത് രണ്ടും 8 അല്ല പറഞ്ഞിരുന്നെങ്കിലോ, ഒരെണ്ണം 8ആയിട്ട് മുറിച്ച് ഒരെണ്ണം 4ആയിട്ട് മുറിച്ചതായിരുന്നെങ്കിലോ, അതായത് ഒരെണ്ണം 8ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗവും ഒരെണ്ണം 4ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗവും, ഇത് തമ്മിലാണ് ഞാൻ കൂട്ടിയിരുന്നെങ്കിലോ? കോമൺ സെൻസ് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്ത് കിട്ടി? 8ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗം, 4ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗം. ചിന്തിക്കൂ, നിങ്ങൾ ചിന്തിക്കൂ. ഓക്കെ, അപ്പോൾ ഇതാണിത് കേക്കിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കോമൺ സെൻസ് പറഞ്ഞ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. 8ആയിട്ട് മുറിച്ചതിൽ ഞാൻ ഒരു ഭാഗം എടുത്തു, 4ആയിട്ട് മുറിച്ചതിൽ ഞാൻ ഒരു ഭാഗം എടുത്തു. അപ്പോൾ എനിക്ക് മൊത്തം കേക്കിൽ എത്ര ഭാഗം കിട്ടിയത്? തീർച്ചയായും 4ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് സത്യത്തിൽ 8ആയിട്ടായിരുന്നു ഞാൻ ഈ കേക്ക് മുറിച്ചിരുന്നതെങ്കിൽ, 8ആയിട്ടായിരുന്നു ഞാൻ ഈ കേക്ക് മുറിച്ചതെങ്കിൽ അതിൻ്റെ 2 ഭാഗം കിട്ടണതിന് തുല്യമല്ലേ? 8ആയിട്ട് മുറിച്ച കേക്കിൻ്റെ ഒരു ഭാഗവും 8ആയിട്ട് മുറിച്ച കേക്കിൻ്റെ 2 ഭാഗവും കിട്ടിയതിന് തുല്യമായില്ലേ? ഇപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. 8ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗമാണ് നമുക്ക് ആദ്യമേ ഉള്ളത്, പിന്നെ 4ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗമായിരുന്നു. 4ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് അത് മൊത്തം 8ആയിട്ടായിരുന്ന കേക്ക് മുറിച്ചിരുന്നെങ്കിൽ അത് 2 ഭാഗത്തിന് തുല്യമാണ്. അത് ഞാൻ ഈ വരച്ചതിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലായി. സിംപ്ലിഫിക്കേഷനിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. സിംപ്ലിഫിക്കേഷൻ നമ്മൾ പറഞ്ഞതാണ് 1/2 നിങ്ങൾക്ക് 2/4 എന്ന് എഴുതാം. എന്ത് ഞാൻ ചെയ്തു? മേളിലും അടിയിലും, അതായത് ന്യൂമറേറ്ററിനോടും ഡിനോമിനേറ്ററിനോടും ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് തോന്നിവാസം വെച്ച് വേണമെങ്കിലും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തോളാം. ന്യൂമറേറ്ററിനോട് ഡിനോമിനേറ്ററിനോടും അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു പ്രശ്നമില്ല. ഡിവിഷൻ ആണെങ്കിലും മേളിൽ എന്ത് തോന്നിവാസം വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്താലും അടിയിലും ഡിനോമിനേറ്ററിലും അതേ തോന്നിവാസം വെച്ച് തന്നെ ഡിവൈഡ് ചെയ്താൽ 2 ഫ്രാക്ഷനും സെയിം ആണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാനിപ്പോൾ ഈ മുറിച്ചത്. 4/1 എന്ന് പറയുന്നത് 8/2 ആണ്. 4/1 എന്ന് പറയുന്നത് 8/2 ആണ്. ഇവിടെ 4/1 ഞാൻ 2 വെച്ച് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. സംഗതി ഞാൻ നേരത്തെ പറഞ്ഞാണ്, ആ ക്ലാസ്സിൽ നമ്മൾ നല്ലവണ്ണം പറഞ്ഞാണ്. നിങ്ങൾക്കത് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ആ ക്ലാസ് ഒന്നും കൂടെ കാണുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്.
ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ തീർച്ചയായും ഇപ്പോൾ 8ന്റെ കളിയായി മൊത്തം 8ആയിട്ട് മുറിച്ച് കേക്ക് 8ആയിട്ട് മുറിച്ച് കേക്ക്. അപ്പോൾ ഉത്തരവ് ഞാൻ 8ആയിട്ട് തന്നെ മുറിക്കാന്നേ. ഓക്കെ, നമ്മുടെ കേക്കിന് ഞാൻ 8ആയിട്ട് മുറിച്ചു. അതിൽ നിങ്ങൾക്ക് എത്ര ഭാഗം കിട്ടി? 8ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗം എനിക്ക് ഇവിടുന്ന് കിട്ടി, 2 ഭാഗം ഇവിടുന്ന് കിട്ടി. അപ്പോൾ 8ആയിട്ട് മുറിച്ചതിൽ എനിക്ക് 3 ഭാഗമാണ് കിട്ടിയത്. അപ്പം എന്താണ് ഉത്തരം? ഉത്തരം സുഖമാണ്, 8ആയിട്ട് മുറിച്ചതിൽ 3 ഭാഗം അല്ലേ? അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ച് എല്ലാം പറയാൻ പറ്റുന്നുണ്ടല്ലേ? പക്ഷെ മാത്തമാറ്റിക്കൽ നിങ്ങളുടെ ടീച്ചർമാരൊക്കെ പറഞ്ഞു തന്ന വേറൊരു രീതിയിലായിരിക്കും. ആ രീതി ഞാൻ കാണിച്ചു തരാം. കോമൺ സെൻസ് അല്ലാത്ത മാത്തമാറ്റിക്കൽ രീതിയിൽ നിങ്ങൾ ടീച്ചർമാർ പറയും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ഈ 1/4 എന്ന് പറയുന്ന ഈ നമ്പറില്ലേ, ഈ 1/4 എന്ന് പറയുന്ന നമ്പർ, ഈ നമ്പറിനെ നമ്മൾ ഇവിടെ ചെയ്തത് എന്താ? 1/4നെ 2/8 ആക്കി മാറ്റി. 2/8 ആക്കി മാറ്റി. ഇവിടെ 1/8 ഉണ്ട്. ഈ 1/8നെ ഞാൻ ഡയറക്റ്റ് എടുത്ത് എഴുതിയേക്കുകയാണ്. പിന്നെ ഈ പ്ലസ് ഞാൻ ഡയറക്റ്റ് ഇവിടെ എടുത്ത് എഴുതി, ഈക്വൽ ടു 3/8. ഇതാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ കാര്യം. ഓക്കെ, അങ്ങനെ ആയപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയ കാരണം ഉത്തരത്തിൻ്റെ ഡിനോമിനേറ്ററും അതേ സാധനം തന്നെ എടുത്ത് എഴുതി. അതേപോലെ തന്നെ അതിൻ്റെ ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടി എഴുതി. ഇവിടെ 1ഉം 2ഉം കൂട്ടിയാൽ എനിക്ക് കിട്ടി 3. സാധനം കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്, കേക്ക് വരച്ച് നോക്കാതെ നമുക്കിത് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്ററിനെ തമ്മിൽ നമ്മൾ സെയിം ആക്കുക. അതായത് രണ്ടെണ്ണം തമ്മിൽ കൂട്ടുകയാണെങ്കിൽ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ എങ്ങനെയെങ്കിലുമൊക്കെ സെയിം ആക്കാൻ നോക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ സെയിം ആക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമ്മൾ ഒരേ സാധനം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ രണ്ടും ഒരേ സാധനം വെച്ച് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഡിനോമിനേറ്റർ സെയിം ആക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം എളുപ്പത്തിൽ ന്യൂമറേറ്റർ കൂട്ടി അങ്ങോട്ട് എഴുതിയാൽ മതി, ഡിനോമിനേറ്റർ അത് തന്നെ അങ്ങോട്ട് നീക്കി എഴുതിയാൽ മതി. സംഗതി പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ, 1/2 പ്ലസ് 2/8 ആണെന്ന് വിചാരിക്കുക. ഇതിനെന്താ ചെയ്യുക? ഡിനോമിനേറ്ററിനെ തമ്മിൽ നമ്മൾ സെയിം ആക്കണം. എങ്ങനെ നമ്മൾ ഡിനോമിനേറ്ററിനെ സെയിം ആക്കും? ഇവിടെ 2 അല്ലേ ഉള്ളത്, ഞാനിവിടെ 4 വെച്ച് ഗുണിച്ചെന്നേ. അടിയിൽ ഗുണിച്ചാൽ മേളിലും ഗുണിച്ചില്ലെങ്കിൽ അതൊരു വലിയ ക്രൈമാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ 4 വെച്ച് ഗുണിച്ചപ്പോൾ മേളിലും 4 വെച്ച് ഗുണിച്ചു. അപ്പോൾ 1/2ന് സെയിം തന്നെയാണ് എന്ത്? ഈ പുതിയ കിട്ടിയ നമ്പർ. ഈ പുതിയ കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പുതിയ കിട്ടിയ നമ്പറാണ് 4/8 അല്ലേ? 1നെ 4 വെച്ച് ഗുണിച്ചു 4, 2നെ 4 വെച്ച് ഗുണിച്ചു 8. അപ്പോൾ 4/8 പ്ലസ് ഈ നമ്പർ അതേപടി 2/8. ഈ നമ്പർ അതേപടി 2/8. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഡിനോമിനേറ്റർ രണ്ടിനെ സെയിം ആക്കി. അങ്ങനെ സെയിം ആക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്, ചുമ്മാ കൂട്ടി എഴുതുക ന്യൂമറേറ്ററുകൾ. 4, 5, 6. അപ്പോൾ 6/8 എന്ന് കിട്ടി. ഇനി 6/8 തന്നെ നിങ്ങൾക്ക് പറയണമെന്നില്ല കേട്ടോ. 8ൽ 6 ഭാഗമൊന്നും തന്നെ പറയണമെന്നില്ല. നമുക്ക് പിന്നെ ചെറുതാക്കി എഴുതാം. നമ്മൾ സിംപ്ലിഫിക്കേഷൻ പഠിച്ചതാണ്. 8/6 എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിതിനെ 2 വെച്ച് മേളിൽ ഡിവൈഡ് ചെയ്തു, അടിയിൽ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 3/4. മുക്കാലാണ് നമ്മുടെ സംഗതി. വേറെ ആരുമല്ല, മുക്കാലാണ് നമ്മുടെ സംഗതി. അപ്പോൾ ഇനി എന്ത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അഡീഷൻ എന്ത് വന്നാലും ചെയ്യാൻ പറ്റും. എന്ത് വന്നാലും ചെയ്യാൻ പറ്റുമോ? ഒരു ക്വസ്റ്റിനും കൂടെ ഇട്ട് തരാം അല്ലേ? ഒരു ക്വസ്റ്റിനും കൂടി ഇട്ട് തരാം. ഏതാ? 7/6 ഇൻറ്റു 5/8. ഇതെന്ത് ചെയ്യും? എങ്ങനെ ഞാൻ 6നെ 8 ആക്കി മാറ്റും? അല്ലെ 8നെ ഞാൻ എങ്ങനെ 6 ആക്കി മാറ്റും? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ സുഖമാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. സോറി, ഇവിടെ ഇൻറ്റു അല്ല കേട്ടോ, ഇവിടെ പ്ലസ് ആണ് കേട്ടോ. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും എത്തിയിട്ടില്ല, അഡീഷനാണ്. അപ്പോൾ 6, 8 എങ്ങനെ ഞാൻ ഇതിനെ സെയിം ആക്കും ഡിനോമിനേറ്റർ? എന്നല്ല എനിക്ക് ഡിനോമിനേറ്റർ എങ്ങനെ സെയിം ആക്കി എഴുതാൻ പറ്റത്തുള്ളൂ. ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ 8 അല്ലേ, ആ 8 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2, 3, 4 വെച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കാൻ പറ്റില്ലെങ്കിൽ ഈ നമ്പർ വെച്ച് തന്നെ ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ ഇവിടെ ഞാൻ ഈ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 8നെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ അടിയിൽ ചെയ്ത് തന്നെ മേളിലും ചെയ്യണേ, അല്ലെങ്കിൽ വേറെ നമ്പറായി പോകും. അപ്പോൾ ഫ്രാക്ഷൻ സെയിം ആക്കാൻ വേണ്ടി അടിയിൽ ചെയ്ത ഫ്രാക്ഷൻ അത് വെച്ച് തന്നെ മേളിലും ചെയ്തു, ഇവിടെ അടിയിൽ വെച്ച് അത് വെച്ച് തന്നെ മേളിൽ ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പം നോക്കിക്കേ, ഡിനോമിനേറ്റർ 6x8 ആണ്. ഇവിടെ 8x6 ആണ്. 6x8x6 സെയിം അല്ലേ? 6x8 8x6 സെയിം അല്ലേ? അത്ര ഉള്ള കാര്യം. അപ്പോൾ ഞാൻ 2 ഡിനോമിനേറ്റർ സെയിം ആക്കിയതാണ്. അപ്പോൾ 8x6 എത്രയാ? 8x6 എത്രയാ? 6×48. 6×48. അപ്പോൾ 48 ഇവിടെയും കിട്ടി. ഇതും 48 ആണ്, ഇതും 48 ആണ് അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ 48 ആയ കാരണം നമ്മുടെ ഉത്തരത്തിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും 48. ന്യൂമറേറ്റർ എന്ത് ചെയ്തു? ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യണം. 7x8 എത്രയാ? 7×56 പ്ലസ് 5×6 30. 56 30 എത്രയാ? 86/48. ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? തീർച്ചയായും. ആദ്യം നിങ്ങൾ വേണമെങ്കിൽ ചെറുതാക്കി കൊണ്ടുവരിക. 2 വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 43. മേളിൽ 2 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്തു, അടിയിൽ 2 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്തു. മേളിൽ എനിക്ക് ന്യൂമറേറ്റർ ആയിട്ട് ഉത്തരത്തിന് 43 കിട്ടി. 48 2 വെച്ചാക്കിയപ്പോൾ 24 കിട്ടി.
ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലാതെ. കാരണം 43 എന്ന് പറയുന്നത് എന്താ? പ്രൈം നമ്പരാണ്. പ്രൈം നമ്പർ ആണെങ്കിൽ ആ നമ്പരും പ്രൈമും അത് മാത്രമേ ആ നമ്പരും 1 മാത്രമേ അതിൻ്റെ ഫാക്ടർ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിനി ചെറുതാക്കാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം. അതൊക്കെ നമ്മൾ സിംപ്ലിഫിക്കേഷനിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഏതാ മേളിലുള്ള നമ്പർ വലുതും അടിയിലുള്ള നമ്പർ ചെറുതുമാണെങ്കിൽ അത് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. കാരണം ഇതിന് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറ്റും. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം 24 കഷ്ണങ്ങളാക്കി മുറിച്ചാൽ 43 കഷ്ണം. ഇപ്പോൾ 24 കഴിഞ്ഞു. പിന്നെ അപ്പുറത്തെ വേറൊരു കേക്കിനെ 24 മുറിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്നും കടമെടുത്തു. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വേറെ കാരണവന്മാർ പറയുന്ന ഒരു പദമാണ്, ആ ഒരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് സത്യത്തിൽ ഒന്നുമല്ല, ഞാനിപ്പോൾ ഈ ചെയ്യാതെ ഇതേ പരിപാടി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു നമ്പർ കിട്ടിയെന്ന് വിചാരിച്ചോ, 7/6. നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുക. 7/6 × 5/8. ഇങ്ങനത്തെ അതേ ഒരു സാധനം ഞാൻ എടുക്കുക. ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ അകത്ത് എനിക്ക് ഇത് തമ്മിൽ കൂട്ടി കിട്ടിയ ഉത്തരം കിട്ടണം. ഇതിന് കാരണവന്മാർ പറയുന്ന രീതി എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ. അതായത് ഇതിനെ വെച്ച് ഞാൻ ഇതിൻ്റെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ വെച്ച് ഞാൻ ഇതിൻ്റെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അവസാനം ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അടിയിലും എഴുതി. മനസ്സിലായില്ല അല്ലേ? കാണിച്ചു തരാം. അതായത് 8നെ ഞാൻ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 8നെ ഞാൻ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 6 ഞാൻ ക്രോസ് ആക്കി 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 6നെ ക്രോസ് ആയിട്ട് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് രണ്ടും തമ്മിൽ ഞാൻ കൂട്ടി, ഇത് രണ്ടും തമ്മിൽ ഞാൻ കൂട്ടി, ഡിനോമിനേറ്റർ ആയിട്ട് ഈ അടിയിലുള്ള ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ചു വെച്ചു. 6 × 8 എത്രയാണ്? 6 × 8 എന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെച്ചു. ഇങ്ങനെയാണ് കാരണവന്മാരുടെ രീതിയിലൂടെ നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഗതി. സത്യത്തിൽ ഇത് എന്താണ്? ഇതല്ല ഞാൻ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. 56 + 30 ഇവിടെ നടന്നത് എന്താ? 7നെ 8 വെച്ച് ഗുണിച്ചു. തീർച്ചയായും 7നെ 8 വെച്ച് ഗുണിച്ചാണ് ഇവിടെ നടന്നത്. 5നെ 6 വെച്ച് ഗുണിച്ചു. അതെ, 5നെ 6 വെച്ച് ഗുണിച്ചാണ് ഇവിടെ നടന്നത്. എന്നിട്ട് രണ്ടും തമ്മിൽ ഞാൻ കൂട്ടുകയാണ് ചെയ്തത് അല്ലേ? രണ്ടും തമ്മിൽ കിട്ടിയ ഉത്തരത്തെ ഞാൻ കൂട്ടുകയാണ് ചെയ്തത് തീർച്ചയായും. എന്നിട്ട് ഡിനോമിനേറ്റർ എന്താ? 6നെ 8 വെച്ച് ഗുണിച്ചു, 8നെ 6 വെച്ച് ഗുണിച്ചു. ഞാനിവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കിയതാ. അത് തന്നെയല്ലേ ഇവിടെ 6നെ 8 വെച്ച് എന്തായാലും ഗുണിച്ചു വരുന്നത്. 6നെ 8 വെച്ച് ഗുണിച്ചു അടിയിൽ വന്നു 48. സെയിം സാധന. എൻ്റെ ഈ ലോജിക്കിനെ, ഞാനീ പറഞ്ഞ ഈ ലോജിക്കില്ലേ, ഈ ലോജിക്കിനെ നമ്മൾ പിള്ളേർ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ഇങ്ങനെ പറയണം ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ എന്ന് പറഞ്ഞൊരു പേരിട്ട് പറയണത്, ഓമൻ്റെ പേരിട്ട്. അത്രേ ഉള്ളൂ കാര്യം. അങ്ങനെ ചിന്തിക്കേണ്ടെങ്കിൽ നമ്മൾ സാധാ രീതിയിൽ സാധാ ലോജിക്ക് വെച്ച് ചിന്തിക്കുക. അതായത് ഡിനോമിനേറ്റർ തമ്മിൽ എങ്ങനെയെങ്കിലും സെയിം ആക്കാൻ നോക്കുക, അതിന് പറ്റുന്ന തോന്നിയാസങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്ത് ഡിനോമിനേറ്റർ തമ്മിൽ സെയിം ആക്കുക. സെയിം ആക്കി കഴിഞ്ഞാൽ ഉത്തരത്തിൻ്റെ ഡിനോമിനേറ്ററും അതായിട്ട് തന്നെ എഴുതുക, ന്യൂമറേറ്റർ കൂട്ടി എഴുതുക. ഡിനോമിനേറ്റർ രണ്ട് സെയിം ആയി കിട്ടിയാൽ പിന്നെ കൂട്ടി എഴുതിയാൽ മതി, വേറൊരു പ്രശ്നമില്ല. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോഴേ തറവായിക്കോളും. ഇനി നമുക്ക് സബ്ട്രാക്ഷനും കൂടെ ഉണ്ടല്ലോ. സബ്ട്രാക്ഷൻ നോക്കാമല്ലോ. സബ്ട്രാക്ഷനിൽ എന്താ? സബ്ട്രാക്ഷൻ അഡീഷൻ ഒരു വ്യത്യാസം ഇല്ലെന്നേ. അതായത് ഞാൻ 1/2 നിന്ന് 1/4 കുറയ്ക്കുകയാണ്. 1/2 നിന്ന് 1/4 കുറയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയാം, പകുതിയിൽ നിന്ന് ഞാനൊരു കാൽഭാഗം എടുത്തു. പകുതിയിൽ നിന്ന് കാൽഭാഗം എടുത്താൽ ബാക്കി ഒരു കാൽഭാഗവും കൂടെ ഉണ്ട് തീർച്ചയായിട്ടും. പകുതിയിൽ നിന്ന് ഞാൻ കാൽഭാഗം എടുക്കുകയാണെങ്കിൽ ബാക്കി ഒരു കാൽഭാഗവും കൂടെ ഉണ്ട്. വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു പകുതി ഉണ്ടായിരുന്ന കേക്കായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് എന്താ ഉണ്ടായത്? അതിൻ്റെ അകത്ത് നിന്ന് ഞാനൊരു 4 ഭാഗം എടുത്തു. അതായത് 4ആയിട്ടായിരുന്നു മുറിച്ചിരുന്നെങ്കിൽ അതിലൊരു ഭാഗം, അതായത് ഇത്രയും ഭാഗം ഞാൻ എടുത്തുകൊണ്ട് പോയി. ഈ റിമൈനിങ് ആയിട്ടുള്ള 4 ഭാഗം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. കാരണം ഇത്രയും ഭാഗം പിന്നെ എടുത്തുകൊണ്ട് പോയി. അത്രയുള്ള സാധനം. ഇതാണ് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ അഡീഷൻ ഒരു വ്യത്യാസമില്ലെന്നേ. ഇനി അതിനെക്കുറിച്ച് ഞാൻ കേക്കൊന്നും വരച്ച് ഒരുപാട് ഇതായിട്ട് പറഞ്ഞു പോകുന്നില്ല. സബ്ട്രാക്ഷനും നിങ്ങൾ ഇതേപോലെ തന്നെ സെയിം സാധനം ചെയ്യുക. അതായത് 1/2 - 1/4 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നോക്കുക. എന്നിട്ട് സാധാരണ രീതിയിൽ ന്യൂമറേറ്ററെ സബ്ട്രാക്ട് ചെയ്ത് വെക്കുക. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എനിക്കറിയാം. ഇവിടെ ഞാനൊന്ന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ മേളിൽ എനിക്ക് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെയാകുമ്പോൾ എനിക്ക് ഡിനോമിനേറ്റർ സെയിം ആയി കിട്ടും. 2 എത്രയാണ്? അപ്പോൾ ഇതിനെ ഞാനൊരു 1/2 ഞാൻ വേറെ രൂപത്തിലോട്ട് എഴുതി. അതാണ് 2/4. 1 2 വെച്ച് ഗുണിച്ചു, 2 2 വെച്ച് ഗുണിച്ചു, 2/4 മൈനസ് ഈ 1/4 ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതി അല്ലേ? 1/4 ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതി. അപ്പോൾ എനിക്ക് എത്ര കിട്ടി ഉത്തരം? എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയ കാരണം ഉത്തരത്തിൻ്റെ ഡിനോമിനേറ്ററും അത് തന്നെ എടുത്തെഴുതി, ന്യൂമറേറ്റർ തമ്മിൽ കുറച്ചെഴുതി. അപ്പോൾ 2ൽ നിന്ന് 1 കുറച്ച് എത്രയാണ്? 1/4. ഇത് തന്നെയല്ലേ ഇവിടെ കിട്ടിയ ഉത്തരവും. അത്രയുള്ള കാര്യം. ഇതാണ് ഈ രീതി. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഈ സെയിം സാധനത്ത് തന്നെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. 1/2 ഞാൻ 1/4 വെച്ച് കുറച്ചു. സെയിം ഇത് തന്നെ ഞാൻ എടുക്കുകയാണ്, സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുക്കുകയാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇത് തമ്മിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക.
ഏതാ 4-നെ 1 വെച്ച് ഗുണിച്ചപ്പോൾ 4 × 1 മൈനസ് 2-നെ 1 വെച്ച് ഗുണിച്ചപ്പോൾ 2 × 1 ഡിവൈഡഡ് ബൈ 2-നെ 4 വെച്ച് ഗുണിക്കുക 8. 2-നെ 4 വെച്ച് ഗുണിക്കുക 2 × 4 ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ച് വെച്ചു. അപ്പോൾ എത്ര എനിക്ക് കിട്ടി? 4 2 വെച്ച് ഗുണിച്ചാൽ എനിക്ക് 8 കിട്ടി. മേളിൽ 4-നെ 1 വെച്ച് ഗുണിച്ചാൽ 4 മൈനസ് 2 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ നമുക്ക് കിട്ടി 8-ൽ 2 ഭാഗം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. 8-ൽ 2 ഭാഗം എന്ന് പറഞ്ഞാൽ മേളിൽ ഒരു 2 വെച്ച് ഡിവൈഡ് ചെയ്യുക, അടിയിൽ ഒരു 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത് 1/4 ആണ്. അതല്ലേ ഇത്, അതല്ലേ ഇത്. ഇത്രയുള്ള കാര്യം, സംഗതി നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ അഡീഷൻ സബ്ട്രാക്ഷൻ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അതേ രീതി തന്നെയാണ്. അതായത് ഡിനോമിനേറ്ററിനെ സെയിം ആക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡിനോമിനേറ്ററിനെ സെയിം ആക്കാനുള്ള ഒരു രീതിയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. കോമൺ സെൻസ് വെച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പം പറയാവുന്ന കാര്യങ്ങളാണ് അഡീഷനും സബ്ട്രാക്ഷനും എന്ന് പറയുന്നത്, ഏതിൻ്റെ ഫ്രാക്ഷൻസിൻ്റെ. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സാധാ നമ്പറുകളുടെ കാര്യങ്ങൾ മാത്രമായിരുന്നു, അഡീഷൻ സബ്ട്രാക്ഷൻ. ഇനി മൈനസും പ്ലസും ഒക്കെ വെച്ച് വന്നാലോ, നമ്മൾ മറ്റേ ഇതിൽ വന്നുകൊണ്ടിരുന്ന പോലെ തന്നെ നമ്പേഴ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ നമുക്കറിയാം നെഗറ്റീവ് ഫ്രാക്ഷൻസ് ഉണ്ട് അല്ലേ. -1/2 + 1/4 ഇങ്ങനെ പറഞ്ഞാലോ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ നേരത്തെ അതുപോലെ തന്നെ ചെയ്ത് വെക്കുക, ഒരു പ്രശ്നവും ഇല്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 4-നെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 4-നെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 4. പക്ഷേ ഇത് 1 അല്ലായിരുന്നു, ഇത് -1 ആയിരുന്നു. -1-നെ 4 വെച്ച് ഗുണിച്ചാൽ വിപരീത ചിഹ്നങ്ങൾ. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് നെഗറ്റീവ് ആയിരിക്കും ഉത്തരത്തിൽ. -4 പ്ലസ് ഈ പ്ലസിനെ ഞാൻ അതേപടി എടുത്തെഴുതി. അത് കഴിഞ്ഞ് 2-നെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടി 2 ഡിവൈഡഡ് ബൈ 4-നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ഡിനോമിനേറ്റർ എഴുതി. 4 2 8. -4 + 2 എത്രയാണ്? വിപരീത ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? നമ്മൾ തമ്മിൽ അതിനെ കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. രണ്ടും തമ്മിൽ കുറച്ചാൽ എത്രയാ? രണ്ടും തമ്മിൽ കുറച്ച് എനിക്ക് 2 കിട്ടും. വലുതിൻ്റെ ചിഹ്നം മൈനസാണ്. ഓക്കെ, സംഗതി കിട്ടിയല്ലോ. -2 ഡിവൈഡഡ് ബൈ 8 അതേപടി. ഇതിനെ ഇനി ചെറുതാക്കാൻ നേരത്തോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സാധാരണ രീതി സിംപ്ലിഫൈ ചെയ്യുക. അതായത് 2 വെച്ച് ഞാൻ മേളിലും ഡിവൈഡ് ചെയ്തു, അടിയിലും ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് 1/4. എന്ത് വെറും 1/4 ആണോ? -1/4. ഇതാണ് ഉത്തരം. -1/4 ആണ് ഇതിൻ്റെ ഉത്തരം. കാര്യം മനസ്സിലായില്ലേ? സിമ്പിൾ. നമ്പർ ലൈൻ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്പർ ലൈൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് 0, ഇത് 1 എന്ന് പറയുന്ന നമ്പർ, ഇത് -1 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നമ്പർ ലൈൻ ഇരിക്കുന്നത്. ഇത് ഞാൻ എന്താ പറഞ്ഞത്? -1/2. അതായത് 0-ൽ നിന്ന് ഞാൻ 1/2 ഡിസ്റ്റൻസ് പുറകോട്ട് പോയി, 1/2 കിലോമീറ്റർ പുറകോട്ട് പോയി. മൈനസ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് പുറകോട്ട് എന്നുള്ളൊരർത്ഥമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടപ്പൻ നേരെ പുറകോട്ട് പോയി. എത്ര? പകുതി. ഇവിടെ 1 എത്തിയിട്ടില്ല, പകുതി. വെറും പകുതിയാണോ? പകുതി. -1/2 ഡിസ്റ്റൻസ്, അതായത് -1/2 കിലോമീറ്റർ നമ്മുടെ കുട്ടപ്പൻ പുറകോട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടപ്പൻ എന്താ ചെയ്തത്? അത് കഴിഞ്ഞ് കുട്ടപ്പൻ +1/4 ആണ് അടുത്തത്. +1/4 എന്ന് പറയുമ്പോൾ പുറകോട്ട് പോയത് മാറി, ഇനി നേരെ മുമ്പോട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ -1/2-ൽ നിൽക്കുന്ന കുട്ടപ്പൻ ഇവിടുന്ന് ഒരു 1/4 കിലോമീറ്റർ മുമ്പോട്ട് പോയി. അപ്പോൾ എവിടെ എത്തി? ഇവിടെ എത്തിയല്ലേ. അതെവിടെയാ? അത് -1/4 അല്ലേ? അല്ലേ? അതായത് ശരിക്കും നിന്ന പൊസിഷനിൽ, ആദ്യം നിന്നിരുന്ന പൊസിഷനിൽ നിന്ന് 1/4 കിലോമീറ്റർ പുറകില്ല. കാരണം മൊത്തം 1/2 കിലോമീറ്റർ പുറകോട്ട് പോയിട്ട് ഒരു 1/4 കിലോമീറ്റർ മുമ്പോട്ട് പോയപ്പോഴത്തേക്കും മൊത്തത്തിൽ നിന്ന് പുറകിൽ 1/4 കിലോമീറ്റർ പുറകിലായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മൾ -1/4 എന്ന് ഉത്തരം കിട്ടിയതിൻ്റെ അർത്ഥം. സംഗതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ചുമ്മാ ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്നും കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് ഇനി മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഒന്നുമല്ല. മൾട്ടിപ്ലിക്കേഷൻ ഏറ്റവും എളുപ്പമാണ് ഫ്രാക്ഷൻസിൽ. 1/2 × 1/4 ഇത് എത്ര കിട്ടും നിങ്ങൾക്ക്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാനില്ലെന്നേ, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ. 1/2 × 1/4. ഈ 1-നെ ഞാൻ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 1. ഈ 2-നെ ഞാൻ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 4 × 2 8. അത്രേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാൻ നേരത്ത് വളരെ എളുപ്പമാണ്. കാരണം നമ്മളിവിടെ ചെയ്യുന്നതൊന്നുമല്ല, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആണെങ്കിൽ അതിനെ ഞാൻ വേറെ ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, ന്യൂമറേറ്ററിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കുക. 2 ന്യൂമറേറ്ററിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. ഡിനോമിനേറ്ററെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കുക. ഡിനോമിനേറ്ററെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. ഇത്രയുള്ള കാര്യം. മേളിലുള്ള തട്ടിൻ്റെ മേളിലുള്ളവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, തട്ടിൻ്റെ ഇടയിലുള്ളവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സംഗതി തീർന്നു. മൾട്ടിപ്ലിക്കേഷൻ സോ സിമ്പിൾ. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇട്ടേക്കാന്നേ, വെറുതെ എന്തിനാ വെറുതെ പോകുന്നത്? 4/6 ഇത് വെച്ചാൽ
2/7 × 4/6 തീർച്ചയായും 4 2 വെച്ച് ഗുണിച്ചു 8, 7 6 വെച്ച് ഗുണിച്ചു, അപ്പോൾ എത്ര കിട്ടി? 42. മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ് ഡിവിഷൻ. പക്ഷേ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ 1/2 ഡിവൈഡഡ് ബൈ 1/4. ഇവിടെ ചോദിക്കണം എന്താ? കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. 1/2 ഡിവൈഡഡ് ബൈ 1/4 എന്ന് പറയുമ്പോൾ അരയിൽ എത്ര കാലുണ്ടെന്നാണ് ചോദിക്കുന്നത്. അരയിൽ എത്ര കാലുണ്ട്? തീർച്ചയായിട്ടും 2 കാലാണുള്ളത് നമുക്ക് ഡയറക്റ്റ് പറയാം. കാരണം 2 കാല് ചേർന്നാലാണ് ഒരു അര ഉണ്ടാവുന്നത്. അത് കോമൺ സെൻസ്. പക്ഷേ എല്ലാ കേസിലും വരുന്ന ലോ ഞാൻ ആദ്യമേ പറഞ്ഞ് പെട്ടെന്ന് വിടാം. 1/2 ഡിവൈഡഡ് ബൈ 1/4 എന്ന് പറയുന്ന നേരത്ത് നിങ്ങൾ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കാരണവന്മാർ പറയുന്ന രീതി 1/2 നിങ്ങൾ ഗുണിക്കുക. എന്തുമായിട്ട്? 1/4 തല തിരിച്ചിട്ടിട്ട് ഗുണിക്കുക. അതായത് 1/4 മേളിലുള്ള തട്ടിൻ്റെ മേളിലുള്ള ആളെ സ്ഥാനം കളഞ്ഞ് അടിയിലോട്ടാക്കുക, അടിയിലുള്ളവനെ മേളിലോട്ട് കയറ്റുക. അപ്പം എത്ര കിട്ടി? 4/1. 1/4 തിരിച്ചിട്ടു. ഇങ്ങനെ തല തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസിപ്രോക്കൽ എന്ന് പറയും. അതായത് ഞാൻ 1/2 എടുത്താൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? ഇതിൻ്റെ റെസിപ്രോക്കൽ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ 2/1 ആണ്. 2/1 എന്ന് പറഞ്ഞാൽ അറിയാം, 2നെ 1 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 2. സാധാ 2 ആണ്. 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 1/2 റെസിപ്രോക്കലാണ് 2. ഇപ്പോൾ എല്ലാ നമ്പറിനെയും തട്ടിൻ്റെ അടിയിലുള്ള ആളെ മേലോട്ട് എടുത്തിടുക, മേലുള്ള ആളെ അടിയിലോട്ട് എടുത്തിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പറയാൻ പറ്റുന്ന കാര്യമാണ്, ഒരു നമ്പറിനെ അടുത്ത ഒരു നമ്പർ വെച്ച് ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ടാമത്തെ നമ്പറിൻ്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആദ്യത്തെ നമ്പറിനെ. അതാണ് ഇവിടെ നടത്തിയത്. ആദ്യത്തെ നമ്പറിനെ രണ്ടാമത്തെ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, തലതിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം ആയിരിക്കും ഇതിൻ്റെ ഡിവിഷൻ്റെ ഉത്തരം. അതെത്രയാണ്? 4 1 വെച്ച് ഗുണിച്ചു 4. മൾട്ടിപ്ലിക്കേഷൻ എത്ര മുമ്പ് പറഞ്ഞാൽ സുഖം സാധനം. 2/20 എന്ന് പറഞ്ഞാൽ 2. 4/2. 4/2 എത്രയാണ്? 2. തീർച്ചയായും 4/2 സിംപ്ലിഫൈ ചെയ്ത് 2/1 എന്ന് പറയാം. അല്ലെങ്കിൽ 4 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുന്നേ. 4/2 എന്ന് പറഞ്ഞാൽ 4 2 വെച്ച് ഡിവൈഡ് ചെയ്യലല്ലേ? 2 ആണ് ഉത്തരം. കിട്ടി? അതല്ലേ ഇത്? തീർച്ചയായും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മനസ്സിലായി. അതാണ് ഏറ്റവും എളുപ്പം. അഡീഷൻ സബ്ട്രാക്ഷനേക്കാളും ഏറ്റവും എളുപ്പം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനാണ്. കാരണം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷനിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കുക, ഒരു പ്രശ്നമില്ല. അപ്പോൾ സൈൻ വരുന്നാൽ എന്ത് ചെയ്യും? നെഗറ്റീവും പോസിറ്റീവും സൈൻ. -1/2 ഇൻറ്റു -1/4. ഇതെന്ത് പറയും? ഇതിനെന്താ പ്രശ്നമെന്നേ? നമുക്കറിയാം, നമ്മൾ മൾട്ടിപ്ലിക്കേഷന് പറഞ്ഞ കാര്യമാണ്. ഇവിടെ മേലെ -1 ആണെന്ന് വിചാരിക്കുക, ഇവിടെ -1 ആണെന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മൾ മേളിലുള്ള 2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസും മൈനസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? മൈനസും മൈനസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആവും. നമ്മൾ പഠിച്ചതാ ഇൻഡിജറിൽ. മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആവും. അപ്പോൾ 1നെ 1 വെച്ച് കുടിച്ച് എത്ര കിട്ടി? 1 കിട്ടി. മൈനസും മൈനസും കൂടെ ചേർത്ത് അത് പോസിറ്റീവായി പോയി. അപ്പോൾ +1 ഡിവൈഡഡ് ബൈ 2നെ 4 വെച്ച് കുടിച്ചു 8. നല്ലുണ്ട് 8. ഞാൻ ഈ മൈനസിനെയും മേളിലുള്ള ന്യൂമറേറ്ററിന് മാത്രമായിട്ട് കൊടുത്തു കേട്ടോ. സത്യത്തിൽ മൈനസ് മൊത്തത്തിൽ ഫ്രാക്ഷനിലുള്ളതാണ്. ഞാൻ മേളിലുള്ള ഒരെണ്ണത്തിന് വേണ്ടി മാത്രമായിട്ട് അത് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി വലിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു നമ്പരും വേറൊരു നെഗറ്റീവായിട്ടുള്ള നമ്പരും തമ്മിൽ ഞാൻ ഗുണിക്കുകയാണെങ്കിൽ നെഗറ്റീവും കൂടെ ചേർന്ന് പോസിറ്റീവായിട്ട് 2ൻ്റെ ഗുണൻ്റെ തന്നെ എഴുതി വയ്ക്കുക. അങ്ങനെയും ചിന്തിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം. അതേപോലെ തന്നെ ഡിവിഷനിലും നെഗറ്റീവും വന്നാൽ പോസിറ്റീവ് ആവും, പോസിറ്റീവും നെഗറ്റീവും വന്നാൽ നെഗറ്റീവ് ആവും. അത്രേ ഉള്ളൂ. സാധാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വയ്ക്കുക. ഡിവിഷനിലാണ് സാധാ ഡിവിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ സൈനിൻ്റെ റൂളുകൾ ഫോളോ ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഓപ്പറേഷൻസ് ഓൺ ഫ്രാക്ഷൻസ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. ഇതിൽ സംശയം നിങ്ങൾക്ക് ഏതെങ്കിലും കരണ്ടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യുന്നതോടെ എല്ലാം മാറും. ഓക്കെ ഡൺ.